നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നെ കൂടാതെയാണ് നിങ്ങൾ മറ്റേ ജോത്സ്യനുമായി ചേർന്ന് എല്ലാം തീരുമാനിച്ചത്. അപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണമെന്ന്. ഇദ്ദേഹം പറയുന്നത് അച്ചട്ടായിരിക്കും. അതുകൊണ്ടാ ഒരു വിദഗ്ധ ഉപദേശത്തിന് വേണ്ടി ഇദ്ദേഹത്തെ തന്നെ ഞാൻ വരുത്തിയത്. ഈ വിവാഹം നടന്ന ഗൗതമിന് ദീർഘായുസ് കിട്ടില്ലേ തിരുമേനി? തീർച്ചയായും പെൺകുട്ടിയുടെ ജാതകം ഉത്തമം തന്നെയാണ്, അതിലൊരു തർക്കവും വേണ്ട. അപ്പൊ പിന്നെ നമ്മൾ അതല്ലേ പരിഗണിക്കേണ്ടത്? ഞാൻ അതിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. ഈ പെൺകുട്ടിയെ ഗൗതം വിവാഹം കഴിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ രണ്ടാമതൊരു കല്യാണത്തിന് കൂടി അവന് യോഗമുണ്ടോ? വസുന്ധരേ, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അതേ നടക്കൂ. കല്യാണം കഴിഞ്ഞാലും ഗൗതമിനൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ അവന് വേണ്ടത് ഈ കുടുംബത്തിന്റെ സ്റ്റാറ്റസിന് ചേരുന്ന ഒരു പെണ്ണാ. ദീർഘസുമംഗലി യോഗമുള്ള ഈ പെൺകുട്ടി ഗൗതമിനെ വിവാഹം കഴിച്ചാൽ അവള് ദീർഘകാലം അവന്റെ കൂടെ ജീവിച്ചാൽ മാത്രമേ ദോഷം മാറുമെന്നുണ്ടോ? അങ്ങനെയില്ല. വിവാഹം നടന്നു കഴിഞ്ഞാൽ ദോഷം മാറും. അപ്പൊ പിന്നെ ഗൗതമിന് രണ്ടാമതൊരു വിവാഹം കൂടി കഴിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. വേണ്ട, അത്തരം ചിന്തകളൊന്നും തന്നെ വേണ്ട വസു. ഏട്ടനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ജാതക പൊരുത്തമുള്ള ഈ വിവാഹം നമുക്ക് നടത്താം. അത് കഴിഞ്ഞ് കുടുംബ മഹിമയും അന്തസ്സും സ്വത്തും ഒത്തിണങ്ങിയ മറ്റൊരാളെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം.